ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു 2 ഇയേഴ്സ് ബേബിയുടെ, ഒരു ഗേൾ ബേബിയുടെ നിക്കർ ഉടുപ്പുവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഒരു ക്ലോത്ത് 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഈ ക്ലോത്ത് എൻ്റെ ഒരു ടോപ്പിൻ്റെ ഒരു ബോട്ടം പോർഷനാണ്. അപ്പോൾ ആ ടോപ്പിൻ്റെ ബാക്ക് പോർഷൻ ചെറിയൊരു ഡാമേജ് വന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് നിക്കറിനാണ്. അപ്പോൾ ഫുൾ ലെന്ത് 12 ഇഞ്ചും വേസ്റ്റ് 7.5 എടുക്കുന്നത്. കണ്ടില്ലേ, വേസ്റ്റ് 7.5. അപ്പോൾ 7.5 മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് മൊത്തം 12 ഇഞ്ചേ ഉള്ളൂ. അതുകൊണ്ട് നിക്കറിനും ആ ഒരു നീളം മതി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 2 ഇയേഴ്സ് ബേബിക്ക് ഒരു 12 ഇഞ്ച് ഇറക്കം മതി നിക്കറിന്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് 7.5 ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് വേസ്റ്റിൻ്റെ ലെന്ത് എടുക്കാം. വേസ്റ്റ് ലെന്ത് ഞാനിവിടെ 8 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യത്തെ മാർക്കൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് 8 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മുകളിൽ നിന്ന് താഴോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ആ 7.5 കിട്ടുന്നുണ്ടോ നോക്കണം. അത് നോക്കിയതിന് ശേഷമാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാനുള്ളത്. മുകളിലത്തെ 7.5 താഴത്തെ പോയിന്റിലും 7.5 കറക്റ്റാണോ നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കി തുണിയിൽ നമ്മളിത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ നമുക്ക് ലെന്തിൽ ക്ലോത്ത് ഇല്ലാത്തത് കൊണ്ട് ബാക്കി അത്രയും പോർഷൻ അങ്ങ് വരച്ചു കൊടുത്താൽ മതിയാവും. അതിനുശേഷം ആ ലൈനിൽ എൽ ഷേപ്പിൽ ആ ലൈനിൽ ഇതേപോലൊരു കർവ് വരച്ചു കൊടുക്കുക. ഒരു ചെറിയ കർവ് മതി, തീരെ കുഴിഞ്ഞു പോകേണ്ട ഒരു ചെറിയ കർവ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴെ എത്രയാണ് വീതി വേണ്ടതെന്ന് നോക്കണം. ഇപ്പോൾ ഇത് വേസ്റ്റിൻ്റെ വിത്താണ്. ഇനി ഇവിടെ കാലിൻ്റെ വിത്ത് എത്രയാണെന്ന് നോക്കണം. അതിന് ഇതേപോലെ ക്ലോത്തൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം യോക്കിൻ്റെ വിത്ത് എത്രയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 8 എടുക്കുന്നത്. 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ളൊരു നിക്കറാണ് ഞാൻ തയ്ക്കുന്നത്, ടൈറ്റ് ആവാതിരിക്കാൻ കണക്കിന്. അപ്പോൾ അങ്ങനെ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കണ്ടില്ലേ, 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, ചരിച്ച് ഒരു ലൈൻ കൊടുക്കുക. ഇതെല്ലാം തയ്യൽ തുമ്പോടെ ചേർത്തിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ഞാൻ തയ്യൽ തുമ്പൊന്നും വിടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക, ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. അതിനുശേഷം നമ്മൾ അതേ അളവിൽ ഒരു ലൈനിങ് തുണി കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം അത് നല്ല തിന്നായിട്ടുള്ളൊരു ക്ലോത്ത് ആയതുകൊണ്ട് ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ 2 പീസിന് നമുക്ക് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് അടിക്കാനുള്ളത്. ഒരു മെയിൻ ക്ലോത്തും ലൈനിങ് തുണിയും വെച്ചാണ് അടിക്കേണ്ടത്. ഈ പോർഷനും അതിൻ്റെ ഓപ്പോസിറ്റ് പോർഷനും ഇവിടെയും 2 ഇടത്താണ് അടിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് കിട്ടും. അത് നിവർത്തുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു നിക്കറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. കണ്ടില്ലേ. അടുത്ത് നമുക്കിത് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ 2 പീസും എടുത്ത് വെച്ചതിന് ശേഷം ലൈനിങ്ങും മെയിൻ ക്ലോത്തും കറക്റ്റാണോ എന്ന് നോക്കി കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം അങ്ങനെ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. കണ്ടില്ലേ, നമ്മളിപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വരണം. ഇനി നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുത്താൽ മതി. 2 ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് എടുത്തിട്ടാണ് നമ്മൾ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ, നിവർത്തി ഇടുമ്പോഴത്തേക്ക് നിക്കറുത ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എലാസ്റ്റിക് തയ്ക്കാനായിട്ട് 2 ഇഞ്ച് വീതിയിൽ ഒരു ക്ലോത്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഡാമേജ് വന്ന പോർഷനൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ടോപ്പ് പോർഷൻ കുറച്ച് ഡാമേജ് വന്നു എന്നുള്ളത്. ആ പോർഷനാണ് ഇത്. അപ്പോൾ അത് അകത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ നിക്കറിനെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇനി ഇടുപ്പിൻ്റെ എലാസ്റ്റിക് നമ്മൾ എടുക്കുന്നുണ്ട്. അതിന് 2 ഇഞ്ച് കുറച്ചാണ് എടുക്കുന്നത്. നമ്മൾ ഹിപ്പിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച്. ഇപ്പോൾ ഞാനിവിടെ 16 എടുക്കുന്നത്. ഹിപ്പ് നമ്മൾ 18. അപ്പോൾ അതിൽ 2 ഇഞ്ച് കുറച്ച് 16 എടുക്കുന്നത്. അപ്പോൾ അത്രയും എലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഫുള്ളൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ നിക്കർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇവിടെ എലാസ്റ്റിക്കൊക്കെ അറ്റാച്ച് ചെയ്ത് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു നിക്കർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിൻ്റെത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഈ വീഡിയോ തന്നെ നല്ല ലെന്ത് ആയതുകൊണ്ട് ടോപ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾ ഉറപ്പായിട്ടും കാണണം, സ്കിപ്പ് ചെയ്ത് പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു പിള്ളേരുടെ നിക്കർ ഉടുപ്പിൻ്റെയും പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പാർട്ട് 1 കണ്ടായിരുന്നു. കാണാത്തവർ അതൊന്ന് നോക്കുക. അപ്പോൾ ഇന്ന് ഡ്രസ്സാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്രസ്സിന് ആദ്യം നമ്മൾ ഒരു ന്യൂസ് പേപ്പറിലാണ് എൻ്റെ റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടോപ്പിന് നമ്മൾ ഫുൾ ലെന്ത് ഇവിടെ 13 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെയിൻ ക്ലോത്തിൽ ചെയ്താലും മതി. എനിക്കിവിടെ എടുത്തിരിക്കുന്ന ടോപ്പിന് ചെറിയൊരു ഡാമേജ് ഉണ്ട്. അപ്പോൾ ആ പോർഷൻ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാനാണ് ആദ്യം പേപ്പറിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഫുൾ ലെന്ത് 13 ഇഞ്ച് കൊടുത്ത് ഷോൾഡർ 4.5 ഇഞ്ച് കണ്ടില്ലേ, ഷോൾഡർ 4.5 ഇഞ്ച്. ഇനി നമുക്ക് ആം ഹോൾ ലെന്ത് മാർക്ക് ചെയ്യണം. ആം ഹോൾ ലെന്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 4.5 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ആം ഹോൾ ലെന്ത് ഇവിടെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ എടുക്കേണ്ടത് ചെസ്റ്റാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് ഇവിടെ 2 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, 2 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. തംബ്നെയിൽ കണ്ടതുപോലെ സ്ട്രാപ്പിൻ്റെ ഡിസൈൻ ആണെങ്കിൽ നമ്മളിവിടെ നെക്ക് വരച്ച് മാർക്ക് ചെയ്തതിന് ശേഷമാണ് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നെക്ക് വിത്ത് 2 ഇഞ്ചും നെക്ക് ലെന്ത് 2 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2.5 ഇഞ്ച് നെക്ക് വിത്ത് 2 ഇഞ്ചും നെക്ക് ലെന്ത് 2.5 ഇഞ്ചും. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2.5 ഇഞ്ച് നമുക്ക് ആം ഹോൾ ലെന്തിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. കാരണം അത്രയും പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം ഈ സ്ട്രാപ്പ് വരുന്ന പോർഷനാണ് ഈ 2 ഇഞ്ച് വരുന്നത്, ഈ 2 ഇഞ്ച്. അപ്പോൾ ഇവിടെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് താഴോട്ടൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഞാനൊരു 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ക്ലോത്ത് ഉണ്ടെങ്കിൽ 2 ഇഞ്ച് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് 2 ഇഞ്ച് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് ആയിരുന്നാലും മതിയാവും. ഞാനിവിടെ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആംഹോൾ കർവ് ഒന്ന് വരയ്ക്കാം. ഇവിടെ നിന്ന് ജസ്റ്റ് ചെറിയൊരു കർവ് മതി കേട്ടോ. ജസ്റ്റ് ഒരു കർവ് വരച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ഫുൾ ഷോൾഡറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേസ്റ്റിൻ്റെ വിത്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം തയ്യൽ തുമ്പ് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് തയ്യൽ തുമ്പൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് യോജിപ്പിക്കാം. താഴത്തെ ലെന്ത് നമുക്കൊന്ന് ഒരു ലൈൻ വരച്ച് കൊടുത്തേക്കാം. അപ്പോൾ ചെസ്റ്റ് നമ്മൾ എത്രയാണോ കൊടുത്തത് അതേ ലെന്ത് നമ്മൾ ബോട്ടത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കട്ട് ചെയ്യേണ്ട, ഈ ഒരു പോർഷൻ നമുക്ക് വേണ്ട. അവിടെ നമ്മൾ സ്ട്രാപ്പ് വയ്ക്കുകയാണ്. ഇത്രയും പോർഷനാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് അത്രയും ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് സ്ട്രാപ്പ് വരേണ്ട ലൈൻ, നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ലൈനിങ് തുണിയിൽ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം സ്ട്രൈപ്പ് വരുന്നതാണല്ലോ. അപ്പോൾ ലൈനിങ് തുണി വെച്ചിട്ട് പേപ്പർ വെച്ചിട്ട് ആ സ്ട്രാപ്പ് വരുന്ന പോർഷനൊന്ന് ലൈനിങ് തുണിയിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ മെയിൻ ക്ലോത്തിൽ ആ ഡാമേജ് വന്ന പോർഷൻ ഒന്ന് മാറ്റിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പേപ്പർ വെച്ച് ഞാനൊരു മെഷർമെൻറ്റ് വരച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിവിടെ മെയിൻ ക്ലോത്ത് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പോർഷൻ ഫ്രണ്ടും ബാക്കുമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലൈനിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം ലൈനിങ് തുണിയും കൂടെ വെച്ച് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ലൈനിങ് തുണിക്ക് കട്ട് പീസ് വരുന്നത് കൊണ്ട് അത് അകത്ത് വരുന്ന രീതിയിലാണ് ഞാൻ വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ തയ്ക്കുന്നതിന് നല്ല വശമാണ് ചേർത്ത് വെക്കേണ്ടത്. തുണിയുടെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും ചേർത്ത് നമുക്കിതൊന്ന് റൗണ്ട് ചെയ്ത് തയ്ക്കാം. 2 ആം ഹോളും ഷോൾഡറിൽ 2 ആം ഹോളും റൗണ്ട് ചെയ്ത് തയ്ക്കാം. എന്നിട്ട് മറിച്ചിടുമ്പോഴത്തേക്കും നമുക്ക് നല്ല പോർഷനുമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മളിത് നല്ല പോർഷൻ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം 2 ആം ഹോളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടെയുമാണ്. ഇതാ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കർവ് ചെയ്ത് നമുക്ക് ആം ഹോളും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോളും ഈ പോർഷനെല്ലാം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ടും ബാക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ടോപ്പിൻ്റെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കിതിൽ ഹാൻഡ് വർക്ക് ചെയ്യാം. ഇനി ഒന്ന് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ ഹാൻഡ് വർക്ക് കൊടുക്കാൻ പോവുകയാണ്. ഈ ഫ്രണ്ട് പോർഷനിൽ ഒരു ഹാൻഡ് വർക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് പേപ്പറിൽ ഞാൻ ചെയ്യേണ്ട ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഡിസൈൻ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രെയിമിൽ വെച്ച് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റെമ്മിന് ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഈ ഫ്ലവറിനെല്ലാം ഞാൻ ഫ്രഞ്ച് നോട്ടും ലേസി ഡേസി സ്റ്റിച്ചുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഫ്ലവർ ചെയ്യേണ്ടത് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലവറിന് ഞാൻ ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. കണ്ടോ, ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. ഇതിന് താഴെ ഈ ഫ്രഞ്ച് നോട്ടിന് താഴെ നമ്മൾ ലേസി ഡേസിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പൂമ്പൊടിയും പൂവിൻ്റെ ഇതളും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 2-3 ഫ്രഞ്ച് നോട്ട് കൊടുക്കുക. അതിന് താഴെ ഇതേപോലെ ഫ്രഞ്ച് നോട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ എൻ്റേതായ രീതിയിലൊരു സ്റ്റിച്ചാണ് ചെയ്യുന്നത്, ഒരു ഫ്ലവറാണ് ചെയ്യുന്നത്. അതിന് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു ലോങ് സ്റ്റിച്ചും ഒരു ഷോർട്ട് സ്റ്റിച്ച് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഫുൾ കംപ്ലീറ്റായി. അടുത്ത് നമുക്ക് ടോപ്പിന് സ്ട്രാപ്പാണ് വെക്കാനുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മുടെ എംബ്രോയ്ഡറി വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് വരുന്നത്. ഞാൻ സ്ട്രാപ്പ് തയ്ക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ടാറ്റാ.